നമസ്കാരം. ഇന്നിപ്പോ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. 2 സിനിമകളുടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആവേശമാണ്. ആവേശത്തിന്റെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ 4 കോടിക്കടുത്താണ്. ഏകദേശം 3.5 അടുത്ത് ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓൾ വേൾഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 3.25 ഓർ 3.5 കിട്ടിയിട്ടുള്ളതാണ് അറിവ്. ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. നമുക്ക് ചില സൈറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടാറായിട്ടില്ല. പുറത്തേക്ക് വിടാനിരിക്കുന്നേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നതാകട്ടെ 2.5 ക്രോറാണ്. അപ്പോൾ 3.5 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ആവേശം നേടിയതെങ്കിൽ 1 കോടി കുറവിലാണ് വർഷങ്ങൾക്ക് ശേഷം വന്ന വിനീത് ശ്രീനിവാസന്റെ ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ജയ് ഗണേശന് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. എന്തായാലും 1.5 കോടിക്കടുത്ത് ആ സിനിമയും കളക്ട് ചെയ്തിരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം 1 കോടി 1 ചില്ലാനം ആ സിനിമ കളക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് 50 ലക്ഷം തയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആദ്യത്തെ പ്രീ ബുക്കിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴും ഞാൻ കണ്ട ഷോക്കൊന്നും അതൊരു 60% മുകളിൽ ആളുകൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും അതും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നാൽ 1ാം സ്ഥാനം എപ്പോഴും ആവേശത്തിന് തന്നെയാണ്. 2ാം സ്ഥാനം വർഷങ്ങൾക്ക് ശേഷമാണ്. 3ാം സ്ഥാനം ജയ് ഗണേശനാണ്. അപ്പോ ഇനി ആളുകൾ തീരുമാനിക്കട്ടെ. ഇതിനിടയിൽ ആടുജീവിതം എന്ന സിനിമയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും ആളുകളുണ്ട്. അതേ ലെവലുള്ള ആളുകൾ മാത്രമേ ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേശ് കാണാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു പുതിയ സിനിമയാണ്. വേണ്ട പ്രോത്സാഹനം ആ സിനിമയ്ക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നമ്മളൊരു വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കിയിട്ട് സിനിമ കാണുന്നത് ഒരു നല്ല രീതിയിലുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. ഏതായാലും ആ സിനിമ കാണുന്നവരുടെയും കണ്ടവരുടെയൊക്കെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്നെ സംബന്ധിച്ചിട്ടൊരു ആവറേജ് അനുഭവമായിരുന്നു ആ സിനിമയ്ക്ക് ഉണ്ടായത്. അത് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഇവിടെ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഒരു 2.5 ഒക്കെ ആ ഒരു സിനിമയ്ക്ക് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റിയ സിനിമയാണ്. എന്നാലും ഒട്ടും മോശം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ശരാശരിക്ക് മുകളിലുള്ള ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്നാവും, എന്നല്ല എന്നും പറയാം. ഒരു സൂപ്പർ ഹീറോ ആണോ ചോദിച്ചാൽ അതുമാണ്, അല്ല എന്നും പറയാം. അങ്ങനെയുള്ള ഒരു സിനിമയാണത്. ഏതായാലും നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാണുക, കണ്ട് അഭിപ്രായം പറയുക. നിങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ അഭിപ്രായം പറയുന്നത് പോലെ തന്നെയാണ് സിനിമയും. ഒക്കെ വ്യക്തിപരമായിരിക്കാം. ചിലർക്ക് ഇഡ്ഡലി ഇഷ്ടമായിരിക്കാം, ചിലർക്ക് ദോശ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് പുട്ടായിരിക്കാം ഇഷ്ടം. അത് വിചാരിച്ച് ദോശയാണ് നല്ലതെന്നോ ഇഡ്ഡലിയാണ് നല്ലതെന്നോ പുട്ടാണ് നല്ലതെന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് തല്ലുകൂടാൻ പറ്റത്തില്ല. അതുപോലെയാണ് സിനിമകളും. ഒരുപക്ഷെ ചില കറികൾ കൂട്ടി കഴിക്കുമ്പോൾ അതിന്റെ രസം കൂടാം, രസം കുറയാം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ചില ചെറിയ പാളിച്ചകളൊക്കെ ഒരു പക്ഷേ സിനിമകൾക്ക് സംഭവിച്ചേക്കാം. അതും നിശ്ചിതമായിട്ട് വിമർശിക്കുന്നില്ല. ഒരു കൂട്ടായ്മയുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഓരോ സിനിമകളും എന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി വരാനിരിക്കുന്ന നട്ടികർ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ. ഒപ്പം തന്നെ മമ്മൂക്കയുടെ ടർബോയുടെ അപ്ഡേറ്റ് ഉണ്ട്. അത് വരാനിരിക്കുന്നു. 14-ാം തീയതി നമുക്ക് ആ അപ്ഡേറ്റ് കാണാം. അത് മിക്കതും ഒരു ടീസറോ ട്രെയിലറോ ആകും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.